നേരം നമ്മുടെ രമണിയുടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇല്ലേട്ടാ? ഏയ്, രമണിയുടെ അത്രയും നിറയില്ല ഇല്ലേ ഗോപാലമാമേ? പത്മാവതി പറഞ്ഞത് ശരിയാ, പക്ഷെ ഉഷ പറഞ്ഞതാ അതിന്റെ ശരി അല്ലേടാ? എനിക്കറിയില്ലേ. പിന്നെ കണ്ടിട്ടേ ഇല്ല മൂപ്പരും. എന്തെങ്കിലും ഒന്ന് മിണ്ടി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇങ്ങനെയുണ്ടോ ഒരാക്രാന്തം? അവിടെ വന്നേ പിന്നെ ഇരിപ്പ് പറിച്ചിട്ടില്ല ഏട്ടന്. ഒരു എരിപൊരു സഞ്ചാരം അല്ലേ ചേച്ചി? അളിയൻ എങ്ങനെ ഇരിപ്പുറക്കിയ അമ്മ അതിരി പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ബാങ്കുകാരൻ ഏതായാലും പോളിസി കാണും, ഗൾഫുകാരനും ഉണ്ടാവും. എന്നാലും പുത്തൻ അളിയനൊന്ന് അമർത്തി പിടിച്ച 2 നെടുവീര്യൻ പോളിസി ഉറപ്പാക്കാം. ജീവൻ സുരക്ഷ പിടിപ്പിക്കാം. ഇത് വലിയ ശിക്ഷയായല്ലോ ഈശ്വര. ഗോപാലമാമയ്ക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാ. മരണം സ്വാഭാവികമായി സംഭവിച്ചാൽ മുഴുവൻ തുക, ഭാഗ്യത്തിന് അപകട മരണമെങ്ങാനും ആയാ കോളടിച്ചില്ലേ, ഇരട്ടിയാ കാശ്. നല്ലൊരു കാര്യം പറയുന്നതിനിടയ്ക്കാ ചത്താ കാശ് കിട്ടുന്ന ഒരു കച്ചവട കാര്യം. ജീവൻ സുരക്ഷ. രമണിക്ക് 100 പവനാ ഇടണേന്ന് പറയാറുന്നില്ലേ ഏട്ടാ? അതനുസരിച്ചിട്ട് അവര് ഇങ്ങടും എന്താ ഈ അമ്മയ്ക്ക് ഇതെന്താ? ഒന്ന് പൊടി ഇടുന്ന കാവുമ്പറത്തേക്ക് ഒരു പെണ്ണ് വരിക, ഇവിടേക്ക് അത് ഒന്നേ കയറി വരാനല്ലേ. 4 ആള് കൂടുന്നിടത്ത് പറയും എന്താ ഏതാ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. തന്നെയല്ല, നീ ഇറങ്ങി പോകുമ്പോ 50 പവന ഇടണ്ടതേ. ഈ വരണേന്റെ കയ്യിൽ നിന്നും കഴുത്തിന്നും പറിച്ചിട്ട് വേണം അതൊക്കെ. കല്യാണ ചെലവും കെട്ടിമറിച്ചിലും ഒക്കെ വേറെയും. എന്റെ ഈശ്വര, ഇങ്ങനെയൊക്കെ പെടാപ്പാട് പെട്ട് എനിക്കിപ്പോ തുടങ്ങി. ബാക്കിയുള്ളൊരു നാക്കിൽ അമ്പും മില്ലും വെച്ചാ ഓരോ തട്ടിക്കൂട്ടി എടുക്കണേ. അതിനിടയ്ക്ക് ആ കുടിസക്കേട് പറിച്ചിട്ട് ഒന്ന് പോയാട്ടെ. അവക്ക് പ്രയാസമായിട്ടുണ്ടാവും പാവം. അതെ, ഞാനിവിടെ ആരെങ്കിലും ഒന്നിങ്ങോട്ട് വന്നേ. ചെറിയൊരു സഹായം, ഇവനൊന്ന് അകത്ത് കയറ്റി വെക്കാനാ. അകത്തേക്കോ? ഷെഡില്ലാത്തതല്ലേ, പുറത്ത് നല്ല മഞ്ഞ. മഞ്ഞ കൊണ്ടാലെന്താ? അതിന് മൂക്കലിപ്പുണ്ടാവോ? കളറ് ഫെയ്ഡാവും. സിൽവർ ആണേ. ഉഷേ ഒന്ന് പിടിച്ചേ. ഒരു സിൽവർ കഷ്ടം തന്നെ ബാബുട്ടാ. അതോടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോരെ. എന്നാ പിന്നെ അമ്മയെങ്കിലും ഒന്ന് വരുമോ? എന്നിട്ട് വേണം ഞാൻ നടുവടിഞ്ഞ് കിടക്കാൻ. നന്നായി മോനെ. അല്പനൊരു മോട്ടോർ സൈക്കിൾ കിട്ടിയാൽ അർദ്ധരാത്രിക്ക് അതും പൊക്കി പിടിച്ചോണ്ട് മുറ്റത്ത് ഒരു കൊടയും കൂടി ആവാം. മഞ്ഞുകൊള്ളില്ല രണ്ടാൾക്കും. അതെ, ഇത് ഇത്രയും വലിച്ചു കയറ്റി തുപ്പി കളയണോ? മണ്ണെണ്ണയ്ക്ക് എന്താ വില? വേണ്ട, കുടിച്ചിറക്ക. എന്നിട്ട് എന്റെ വായിലൊരു തിരിയിട്ട് വെക്ക. കരണ്ട് പോകുമ്പോ കത്തിക്കല്ല. കാട്ടിലെ കുറ്റിച്ചെടി മുതൽ നാട്ടിലെ കൊടിച്ചിപ്പട്ടികളുടെ കാര്യം വരെ നോക്കാൻ ഇവിടെ വന, മൃഗ, പരിസ്ഥിതി സംരക്ഷണ സമിതികളുണ്ട്, മന്ത്രിമാരുണ്ട്. പക്ഷേ റേഷങ്ങൾ സെയിൽസ്മാൻമാരുടെ ഈ മണ്ണെണ്ണ കൂടി മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരു പട്ടിച്ചാത്രമില്ല. റേഷൻ കടകൾ തന്നെ വേണ്ടാന്ന് വെക്കുന്നിടത്തേക്ക് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പോ അതെ ഇന്ന് കാശടച്ച് ചരക്കെടുക്കണ്ടേ? ആ അറ്റ കൈക്കാരെങ്കിലും തന്നെയല്ലേ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കൊരു കൊടുത്തോളും. എന്നിട്ട് അടവ് ദിവസം 18 അടവും പമ്പരം പാച്ചിലും എനിക്ക് പണിയും. വാസ് 1500, കുഞ്ഞക്കഞ്ഞിട്ട് 750, ഫർണിച്ചർ കട മരമില്ല മൂസ 200, പ്രാരാബ്ധം ഗണേശന 1000. ഇതെന്താ പുതിയ നാടൻ പാട്ടാ? ബാക്കിയല്ല ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നട്ടെ. ഏട്ടന്റെ കുട്ടിയല്ലേ. നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ കടം കൊടുക്കലേ, അത് നീ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്നേ നീ ഗതി പിടിക്കൂ എന്റെ അരവിന്ദ. ഈ കാശെന്ന് പറഞ്ഞാലേ അതിങ്ങനെ കൈമാറി കൈമാറി കാര്യങ്ങൾ നടത്താനുള്ളതാ. അത് കുഴിച്ചിട്ട മുള പൊട്ടണ വിത്തൊന്നല്ല. എന്റെ സ്മിട്ടി ചാലിടോ. അതെ, ചുറ്റിക്കളിച്ച് നേരം കളയില്ലേ. സപ്ലൈ പീസ് മാത്രല്ല, രമേശനെ കണ്ട് രമണിക്ക് സ്വർണ്ണെടുക്കാൻ ഏർപ്പാടാക്കാനുള്ളതാ. സരസ്വതി മാത്രല്ല, എന്റെ ലക്ഷ്മിയാണ്. 25-ാം തീയതി ഒന്ന് ആയി കിട്ടാൻ ഏത് നോമ്പാ ഞാൻ നോക്കേണ്ടത്? ഇന്നടവിന്റെ ദിവസ കടം ചോദിക്കില്ലേ ചീരുവല്യമ്മേ. സോപ്പ് സോപ്പ് അതൊക്കെ എനിക്കറിയാം. ഈ ചീരുത്തല്ലേനെ നീ പട്ടിണിക്ക് ഇടില്ല. അതെ, തൊടാനും പിടിക്കാനും നിക്കല്ലേ. എന്തെങ്കിലും സംഭവിക്കാൻ 5 മിനിറ്റ് മതി. പെണ്ണ് കേട്ടാത്ത ചെക്കനാ ഞാൻ. അരി കൊടുക്കല്ലേ, പാവാ. അതാരാ മേശയില്? എപ്പോഴും വല്യമ്മ പറയാറില്ലേ എനിക്ക് ഈശ്വരൻ തരുന്നു. ഈശ്വരൻ തന്നതാ സരസ്വതി. നീ കെട്ടാൻ പോണ പെണ്ണ കാണട്ടെ.
എന്തൊരു നിറ, എന്തൊരു ചന്തം. ഞാനിതേ എല്ലാരും ഒന്ന് കാണിക്കട്ടെ. അതെ ചീത്തള. നാടും വീടൊക്കെ വിട്ട് ഏതോ ഒരാളുടെ കൂടെ പേടിയുണ്ടോ? കണ്ടെന്ന് മുതല് ഈ ഒരു ഇതില്ലേ, എന്താ പറയാ, ഇത് സരസ്വതിയെ ദിവസം കാണണമെന്ന് തോന്നുക, സരസ്വതിയെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുക. സരസ്വതിക്ക് ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ? ഉണ്ടായിരുന്നോ? തടി മറന്നുറങ്ങണ സ്വഭാവാ നിന്റെ. സരസ്വതി എങ്ങനെയാണാവോ? കല്യാണ വീട്ടില് മാത്രം കയറി കളവ് നടത്തുന്ന കള്ളന്മാരുണ്ട് അത്രേ നാട്ടില്. അതും പെണ്ണും ചെക്കനും കിടക്കണ മുറിയില് പൊന്നും പണ്ടൊക്കെ ഉണ്ടാവൂലോ. കല്യാണ തിരക്കിലൊക്കെ കണ്ടുവെച്ചു പോകും. ചിലപ്പോ മണിയറയിലെ കട്ടിലിനടിയിൽ വരെ കയറി ഒളിച്ചിരിക്കും അത്രേ വൃത്തികെട്ടവന്മാര്. ഈ മുറിയില് അലമാരിക്കാച്ചാ പൂട്ടുമില്ല. കുട്ടിയുടെ കയ്യിൽ ആഭരണം കുറച്ചുള്ളതാണേ. ശരി അമ്മ, ഞാൻ കരുതിക്കോളാം. നീ ആ പണ്ടങ്ങളൊക്കെ എങ്ങോട്ട് എടുത്തു തന്നോളൂ. എന്റെ അലമാരിയിൽ വെച്ച് പൂട്ടിക്കോളാം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ഇനി കഥ കടച്ച് കിടന്നോ. എല്ലാം കൂടെ ഒരു 50 പവനിലധികം ഉണ്ടാവുന്ന എനിക്ക് തോന്നണത്. അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ അധികം കൊടുക്കണ കൂട്ടരൊന്നുമല്ല. ആളും വണ്ടി വന്നതിലൊക്കെ ഉണ്ട് ഒരു പിശുക്കത്തരം. പതുക്കെ ചെവിക്ക് ചെവി അറിയാതെ ആ സ്വർണ്ണക്കടയിലെ കടം വിട്ടുക. കല്യാണ പിറ്റേന്ന് തന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന്റെ കാതും കഴുത്തും തൂക്കി വെക്കല് നാണക്കെട്ട പണിയാ. അതിലൊരു നാണക്കേടും ഇല്ലേട്ടാ. ഇപ്പൊ നമ്മള് കടം വാങ്ങിയിട്ടാണെങ്കിലും രമണിക്ക് കൊടുത്തു വിട്ടത് നാളെ ദിനേശിനൊരു ആവശ്യത്തിന് എടുത്താ നമ്മൾ എതിര് പറയുവോ? ഇല്ലല്ലോ. അതില്ല. ആ വന്നു കയറിയാ പിന്നെ ആ പെണ്ണും പെണ്ണിന്റെ പൊന്നും ഒക്കെ വന്നു കയറിയെടുത്ത കൊള്ളതാ. അയ്യോ നോക്കിയമ്മേ, ഈ മാലയുടെ ഉത്ഭാവത്തൊരു നിറമാറ്റം. ഏയ് ഈ കുട്ടിക്ക് എന്തായി പോയി? നിറം മാറാൻ എന്താ ഓന്താ? അയ്യോ നേരെ ഏട്ടാ, ഇതാ നോക്കൂ. എവിടെ നോക്കട്ടെ. വേറെയും ചില ബിസിനസ്സുകളൊക്കെ ആലോചനയിലുണ്ട്. ഒരു പെണ്ണ് വന്ന് കയറുന്നോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത്രേ. ഇനി സരസ്വതിയുടെ ഐശ്വര്യം കൊണ്ട് വേണം എനിക്ക് എല്ലാ പുരോഗതി ഉണ്ടാവാൻ. ഉണ്ടാവും, എനിക്കത് ഉറപ്പാ. ഈ അമ്മ എപ്പോഴും എങ്ങനെയാ ആദ്യ രാത്രിക്ക് വന്ന് കയറും. നമ്മളൊന്ന് റിഹേഴ്സൽ എടുത്ത് വരുമ്പോഴാ തുറക്കാ. ഇങ്ങോട്ട് വേടാ. കരുതി പൂട്ടി ചെയ്തല്ലാതെ ഇതിങ്ങനെ വരില്ല. ഇത് കണ്ടോ, ഇത് ഇത്രയും മുക്കുമണ്ടങ്ങളാ. ബാക്കിയുള്ളതിന്റെ സ്ഥിതി ഇനി എന്താണാവോ? അതും കൂടി അങ്ങോട്ട് മുക്കാക്കി ആകെ മുക്കായിരുന്നില്ലേ കൊള്ള കൂട്ടരെ. അതങ്ങനെ വരില്ല. വരില്ല എന്ന് പറഞ്ഞാൽ വന്നൂലോ. തലേന്ന് വീണ തേങ്ങ പുളുങ്കുരുവാണെന്ന് വെറുതെ ഇവിടെ പറഞ്ഞോണ്ട് പറ്റിയ കേട് തീരും. അരവിന്ദാ, ഇത്രയും വലിയൊരു ചതിയിൽപ്പെട്ട അതിന്റെ വാലും തലയും തിരിഞ്ഞിട്ടും നിനക്ക് മാത്രം എന്താ അരവിന്ദ ഒരു കുലുക്കമില്ലാത്ത? അതിപ്പോ എന്താ ഏതാന്നറിയാതെ ഞാനിപ്പോ ഇതില്. വേണ്ട, നീ കയ്യും കെട്ടി ഉണ്ണിപ്പൊണ്ണനായിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ. ആ പെണ്ണിന്ന് എന്റെ കൂടെയാ കിടക്കണത്. നാളെ കോഴി കൂമ്പോ കല്ലടിക്കോട്ടൊന്നും ആളിവിടെ വരണം. പണ്ടത്തിന്റെ കാര്യം തീർച്ചയാവട്ടെ ആദ്യം. ഇല്ലാച്ചാ ഇവിടെ അങ്ങോട്ട് മുറിക്ക കൊണ്ടുപോയിക്കോട്ടെ. വേണ്ട ഇവിടെ ഐശ്വര്യക്കാടിനെ. ആ മുറിയിലിരിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ ഈശ്വരൻ സാക്ഷിയെ ഞാൻ കെട്ടിയ താലിച്ചരട് പൊട്ടിച്ചു വാങ്ങാ, വീട്ടിൽ കൊണ്ടാക്ക. എന്റെ അമ്മയ്ക്കാ കുറച്ചില്. ഗോപാലമാമിക്ക് ഈ കുടുംബത്തിന് മരിച്ചുപോയ എന്റെ അച്ഛനാ നാണക്കേട്. ആ നാണക്കേട് ഞാൻ അങ്ങോട്ട് സഹിച്ചു. നാളെ നേരം എടുത്താ നീ നാണം കിടും അങ്ങാടിയില്. രമണിക്ക് സ്വർണം വാങ്ങിയെടുത്ത് എന്തെടുത്ത് വെച്ച് കൊടുക്കുന്ന ആ രമേശൻ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. വലിയ മണിമാരൻ ഞെരിക്കണുണ്ടല്ലോ. എവിടെ
നാളെ നേരം വെളുക്കും ഈ ഭൂലോകം ഉണ്ടെങ്കിൽ കാവുമ്പുറത്തെ തറവാട്ടിൽ ഒരു കല്യാണം നടന്നതിന്റെ കട ഞാൻ തീർത്തോളാം. തീർത്തല്ലേ പറ്റൂ. എന്റെ അമ്മ പോയി കിടന്നോളൂ. അവള് കിടക്കേണ്ട അടുത്ത് അവളും കിടന്നോളൂ. പെണ്ണിന്റെ തൊലിവിളി പാണത്തല്ലാത്ത ആണുങ്ങൾക്ക് കാലക്കേടാ. അരവിന്ദ, നിനക്ക് നല്ലോണം അറിയാം ഈ വീടിന്റെ ആകെയുള്ള മണ്ണിന്റെ ആധാരം കോടതിയിലാണെന്ന്. ഈ എന്ത് എങ്ങടെ പൊലരും. നാളെ വലിയൊരു കടക്കാരനാ നീ. അത് പിന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതാ. പിന്നെ 3 മക്കളെ നട്ട് നനച്ചുണ്ടാക്കാൻ എമ്പാട് സഹിച്ചിട്ടുണ്ട് അമ്മ. ഈ നാട്ടിൽ ആദ്യമായിട്ട് റേഷൻ കട ഭരിച്ചൊരു ചെറിയ ഇന്ദിരാഗാന്ധി അവര്. അതിൻ്റെയൊക്കെയാ. അവര് പറയണ പോലെന്ന് വിചാരിക്കരുത്. അറിയാനാ സത്യത്തിൽ എന്താണ്ടായേ. ഏട്ടന്മാരൊക്കെ ഉണ്ടായിട്ടും ആര് പറ്റിച്ചതാ, ആർക്ക് പറ്റിയതാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പറയാനറിയില്ലെങ്കിൽ അതല്ല, വിഷമാണെങ്കിൽ വേണ്ട. ഏട്ടന്മാര് എന്റെ നേരെ ഏട്ടന്മാരല്ല. അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ളവര്. ആ അമ്മ നേരത്തെ മരിച്ചതാ. എനിക്ക് ഏട്ടന്മാരില്ല. അച്ഛനും അമ്മയും ആരുമില്ല എനിക്ക്. ആരും. അവസാനം വരെ നടക്കില്ല എന്ന് വിചാരിച്ച കല്യാണം അത്. എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല. ഞാൻ ഉറപ്പിച്ചതാ. അന്നേ വേണ്ടാന്ന് വെച്ചാ മതിയായിരുന്നു. അല്ലാതെ ഇടിപ്പിച്ച എന്നെ ശ്രീധരമാമ ഇങ്ങനെ ഭാരം ഒഴിവാക്കേണ്ടിയിരുന്നില്ലല്ലോ എന്റെ ഈശ്വര. അമ്മ പറഞ്ഞില്ലേ ഈ മുറിയില് ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്നോളാം. ഒന്ന് നേരെ പുലരുള്ളല്ലേ. നിനക്കും കൂടി ഉറങ്ങാനുള്ള മുറി അത്. നമ്മൾ ഒരുമിച്ച്. ഇനി അങ്ങോട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് നേരിടേണ്ടത്. വീതിച്ച് അനുഭവിക്കേണ്ടത്. ഒറ്റയ്ക്കൊരു വേദനയും കണ്ണീരും ഒന്നും വേണ്ട. നോക്ക്, രാവിലെ നേരത്തെ എണീറ്റ് അടിച്ചും തുടച്ചും ഐശ്വര്യം നിറച്ചു. കാവുമ്പുറത്തെ വീട്ടിലും എല്ലാവരുടെ മനസ്സിലും ഞാനുണ്ട് കൂടെ. ഏയ്